Good morning to everyone. Welcome back to English Shine Academy. ഇന്ന് നമ്മളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. Day 3. Before taking the class, I want to tell you something. Tomorrow will be a very special day. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് നാളത്തെ ദിവസം tomorrow will be very special day. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതിന് കാരണം perfect practice makes a man perfect. എന്താണ് പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നമ്മളുടെ പ്രാക്ടീസ് പെർഫെക്റ്റ് ആണെങ്കിൽ വി ക്യാൻ ബി പെർഫെക്റ്റ്. അപ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ടുമോറോ മീൻസ് 24/9/2024 8:30 PM ഓക്കെ, വൈകുന്നേരം 8:30 മണിക്ക് നമ്മളൊരു ലൈവ് സെക്ഷൻ വെക്കും. ലൈവ് സെക്ഷൻ ഓൺ യൂട്യൂബ്. അതെന്തിനാണ്? ഫോർ പ്രാക്ടീസിങ്. Day 1, Day 2 ആൻഡ് Day 3 ഈ 3 ക്ലാസ്സിൽ തന്ന എല്ലാ നോട്ട്സിൻ്റെയും ഒരു പെർഫെക്റ്റ് പ്രാക്ടീസ്. കാരണം പ്രാക്ടീസ് ഇല്ലാതെ വി കനോട്ട് ബി പെർഫെക്റ്റ് വിത്തൗട്ട് പ്രാക്ടീസിങ്. പ്രാക്ടീസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഐ ഹോപ്പ്, ഞാൻ വിചാരിക്കുന്നു everybody have made a separate notebook for this course. ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആ നോട്ട്ബുക്കിൽ Day 1 എല്ലാ നോട്ട്സും, Day 2 ആൻഡ് Day 3 ഈ 3 ക്ലാസ്സിൻ്റെ എല്ലാ നോട്ട്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ലൈവ് സെക്ഷൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും ലൈവ് സെക്ഷനിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ നോട്ട്സ് ഉണ്ടാകാൻ പാടില്ല. ഇതിന് മുന്നേ നിങ്ങൾക്ക് ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ലൈവ് സെക്ഷനിൽ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഐ വിൽ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് ഇൻ ദ ലൈവ് സെക്ഷൻ. നിങ്ങൾക്ക് ആൻസർ തരണം. യു ഹാവ് ടു ഗിവ് മീ ദ ആൻസർ വിത്തൗട്ട് ദ നോട്ട്സ്. നോട്ട്സിൻ്റെ സഹായമില്ലാതെ നിങ്ങൾ എനിക്ക് ആൻസർ തരണം. അപ്പോഴാണ് ദാറ്റ് വിൽ ബി എ പെർഫെക്റ്റ് പ്രാക്ടീസ്. പ്രാക്ടീസ് ഇല്ലാതെ ഒന്നുമില്ല. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കറിയാം, ഏതൊരു പുതിയ വർക്കാണെങ്കിലും ഏതൊരു ഫീൽഡാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഡെഫിനറ്റ്ലി വി ഫേസ് പ്രോബ്ലം ഇൻ ദ ബിഗിനിങ്ങിൽ നമ്മൾ എന്തായാലും പ്രോബ്ലംസ് ഫേസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ആദ്യത്തെ ഒരു 10 ക്ലാസ്, ഫസ്റ്റ് ടു 10 ക്ലാസ് അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു 2 തവണയോ അല്ലെങ്കിൽ 3 തവണയോ കാണുക. ഓക്കെ, ലിസൺ ടു ദാറ്റ് ക്ലാസ് വെരി കെയർഫുള്ളി. കാരണം സ്റ്റാർട്ടിങ്ങിലാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എവറിത്തിങ് വിൽ ബി വെരി ഈസി, ഐ ഗ്യാരണ്ടി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ടുഡേസ് ക്ലാസ്. Today we are going to learn some very important verbs. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെർബ്സ് എന്താണ്. വെർബ് എന്ന് പറഞ്ഞാൽ വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ്. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ് ഈസ് കോൾഡ് വാട്ട്? വെർബ്. ആക്ഷൻ വേർഡ്. ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡിനെയാണ് വെർബ്സ് എന്ന് പറയുന്നത്. എന്താണ്? വെർബ്സ്. ഓക്കെ, വെർബ്സ്. സോ ടുഡേ ഐ എം ഗോയിങ് ടു ഗിവ് യു 20 very important verbs. Okay, 20. First one, go. എന്താണ് ഫസ്റ്റ് വൺ ഈസ് ഗോ. ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോ എന്ന് പറഞ്ഞാൽ പോകുക എന്നാണ്. എന്താണ് ഗോ എന്ന് പറഞ്ഞാൽ? പോകുക. എല്ലാവർക്കും അറിയാം. പക്ഷേ വെർബ് സെക്കൻഡ് എല്ലാവർക്കും അറിയില്ല. അതറിഞ്ഞിരിക്കണം. കാരണം സ്പോക്കൺ ഇംഗ്ലീഷ് വെർബ് ഫസ്റ്റിന് എത്രമാത്രം വാല്യൂ ഉണ്ടോ അത്രമാത്രം വാല്യൂ വെർബ് സെക്കൻഡിനും വെർബ് തേർഡിനും ഉണ്ട്. പിന്നെ വെർബ് ഫോർത്ത് ഉണ്ട്, ING ഫോം. വെർബ് ഫിഫ്ത്തും ഉണ്ട്, SES ഫോം. ഓക്കെ, ദാറ്റ്സ് നോട്ട് എ മാറ്റർ. ഒന്നുകൂടി, ഫസ്റ്റ് വൺ എന്താണ്? ഗോ എന്ന് പറഞ്ഞാൽ പോകുക. അതിൻ്റെ സെക്കൻഡ് ഫോമാണ് വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി എന്നർത്ഥം. എന്താണ്? പോയി. തേർഡ് ഫോമാണ് എന്ത്? ഗോൺ. എന്താണ്? ഗോൺ. ഇതും പോയി എന്നർത്ഥം. പോയിട്ടുണ്ട്, ജസ്റ്റ് കംപ്ലീറ്റഡ്, പോയിട്ടുണ്ട്. ഈ വെർബ് ഫസ്റ്റ് ഫോം, ഇതിന് വെർബ് ഫസ്റ്റ് ഫോം എന്ന് പറയാം. ഈ വെർബ് ഫസ്റ്റ് ഫോമിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത്. എന്താണ്? വെർബ് ഫസ്റ്റ് ഫോമിന് ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ഫോം എന്ന് പറയും. വെർബ് സെക്കൻഡ് ഫോമിന് നമ്മൾ ഇംഗ്ലീഷിൽ പാസ്റ്റ് ഫോം എന്ന് പറയും. പാസ്റ്റ് ഫോം. വെർബ് തേർഡിന് നമ്മൾ ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ഫോം എന്ന് പറയും. പെർഫെക്റ്റ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്താണ്?
പെർഫെക്റ്റ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സോ ഫസ്റ്റ് ഈസ് ഗോ. ഗോ എന്ന് പറഞ്ഞാൽ പോകുക. അതിൻ്റെ സെക്കൻഡ് ഫോമാണ് വെൻറ്റ്, പോയി. തേർഡ് ഫോമാണ് പോയിട്ടുണ്ട്, അതും പോയി നടത്തും. ഓക്കെ, പോകും ഫ്യൂച്ചർ അല്ല, ഇറ്റ്സ് നോട്ട് ഫ്യൂച്ചർ. വെർബ് തേർഡ് ഫോം ഈസ് നോട്ട് ഫ്യൂച്ചർ. ഓക്കെ, വെർബ് തേർഡ് ഫോം ഈസ് കോൾഡ് പെർഫെക്റ്റ് ഫോം. അതും എന്താണ് മീനിങ്, എന്താണ് കംപ്ലീറ്റഡ് ആണ്. രണ്ടാമത്താണ് കം. കം എന്ന് പറഞ്ഞാൽ വരിക. വെർബ് സെക്കൻഡ് ഫോം കെയിം, വന്നു. വെർബ് തേർഡ് ഫോം കം. വെർബ് ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോം സ്പെല്ലിങ്സ് ആർ സെയിം. എന്താണ് സ്പെല്ലിങ്സ് ആർ സെയിം. കം എന്ന് പറഞ്ഞാൽ വരിക, കെയിം എന്ന് പറഞ്ഞാൽ വന്നു, കം എന്ന് പറഞ്ഞാൽ വന്നു എന്നർത്ഥം, വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടും മീനിങ് കറക്റ്റാണ്, സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് സിറ്റ്. മൂന്നാമത്തെ സിറ്റ്. സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ്. സാറ്റ്. സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു. ആൻഡ് തേർഡ് ഫോം സാറ്റ്. തേർഡ് ഫോം ഓൾസോ സെയിം. ഓക്കെ, സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം ബോത്ത് ആർ സെയിം. സാറ്റ് ആൻഡ് സാറ്റ്. ഇരുന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ സ്റ്റാൻഡ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എണീക്കുക, സ്റ്റാൻഡ് അല്ലെങ്കിൽ നിൽക്കുക. ഓക്കെ, സ്റ്റുഡ് എന്ന് പറഞ്ഞാൽ നിന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റുഡ്. സെക്കൻഡ് ഫോം ആൻഡ് തേർഡ് ഫോം ബോത്ത് ആർ സെയിം. സെക്കൻഡ് ഫോം തേർഡ് ഫോം ബോത്ത് ആർ സെയിം. വോക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക, വാക്ഡ് ആൻഡ് വാക്ഡ്. സെക്കൻഡ് ഫോം ആൻഡ് തേർഡ് ഫോം ബോത്ത് ആർ സെയിം. വാക്ഡ് ആൻഡ് വാക്ഡ്. നടന്നിട്ടുണ്ട്. റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക, റോട്ട്. WROTE, റോട്ട്, എഴുതി. റിട്ടൺ എന്നാണ്, റിട്ടൺ. WRITTEN, റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. റീഡ്, വായിക്കുക, റീഡ്. റെഡ് ആൻഡ് റെഡ്. സ്പെല്ലിങ്സ് ആർ സെയിം. എന്താണ് സ്പെല്ലിങ്സ് ആർ സെയിം ബട്ട് പ്രൊനൗൺസിയേഷൻസ് ആർ ഡിഫറെൻറ്റ്. എന്താണ് ഫസ്റ്റ് ഫോം റീഡ് എന്ന് വായിക്കണം, സെക്കൻഡ് ഫോം റീഡ് എന്ന് വായിക്കരുത്. റെഡ് ആണ്, റെഡ്. എന്താണ് റെഡ്. സെക്കൻഡ് ഫോം തേർഡ് ഫോം ബോത്ത് ആർ സെയിം. റെഡ്, റീഡ്, റെഡ്, റെഡ്. വായിക്കുക, വായിച്ചു, വായിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. എയ്ത്ത് വൺ ലേൺ. ലേൺ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കുക. ഓക്കെ, ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക. ലേൺഡ് ആൻഡ് ലേൺഡ്. സെക്കൻഡ് ഫോം അതുപോലെ തന്നെ തേർഡ് ഫോം രണ്ടും സെയിം ആണ്. ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക. ഓക്കെ, ലേൺ ചെയ്യുക, പഠിച്ചു, പഠിച്ചിട്ടുണ്ട്. ഓക്കെ. കോൾ. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു, കോൾഡ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും എന്താണ് സെയിം ആണ്. 10th വൺ പ്ലേ. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. പ്ലേഡ് ആൻഡ് പ്ലേഡ്. സെക്കൻഡ് ഫോം പ്ലേഡ്, തേർഡ് ഫോം ഓൾസോ പ്ലേഡ്. ഓക്കെ, സെക്കൻഡ് ഫോം ആൻഡ് തേർഡ് ഫോം ബോത്ത് ആർ സെയിം. Play, played, played. So once more. First one is what? Go. Second form went. Third form gone. Come, came, come. Sit, sat, sat. Stand, stood, stood. Walk, walked, walked. Write, wrote, written. Read, read, read. Learn, learned, learned. Call, called, called. Play, played, played. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ നെവർ എവർ ട്രൈ ടു മെമ്മറൈസ്. ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഫോർഗെറ്റ്. കാണാപ്പാഠം പഠിക്കല്ല വേണ്ടത്, നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കണം. ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു 4-5 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ലേൺ. ലേണിംഗ് ആണ് ചെയ്യേണ്ടത്, മെമ്മറൈസ് അല്ല. മെമ്മറൈസ് എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ലേണിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ലേണിംഗ് ത്രൂ ലേണിംഗ് എന്ന് പറഞ്ഞാൽ വായിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, മെമ്മറൈസ് എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കുക. ഡോണ്ട് മെമ്മറൈസ്. അപ്പോൾ എന്താണ് 10. ഓക്കെ, നെക്സ്റ്റ് 11. 11th one, 11th one is speak. 11th one is speak. Second one is spoke. Speak, spoke. സംസാരിക്കുക എന്നാണ് സംസാരിച്ചു, സ്പോക്ക്. സ്പോക്കൺ എന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ടുണ്ട് എന്നർത്ഥം, സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ടെൽ,
ടെൽ പറയുക, ടോൾഡ് പറഞ്ഞു, ടോൾഡ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ടോക്ക് സംസാരിക്കുക, ടോക്ഡ് ആൻഡ് ടോക്ഡ്. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. എന്താണ്? സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. ടോക്ക് എന്ന് പറഞ്ഞാൽ ടോക്ക് ആൻഡ് സ്പീക്ക്, ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. സ്പീക്ക് ആൻഡ് ടോക്ക് രണ്ടും സെയിം ആണ്, സെയിം അർത്ഥമാണ്. ഓക്കെ, സെയിം, ഇൻ്റർചേഞ്ചബിൾ, ബോത്ത് ആർ ഇൻ്റർചേഞ്ചബിൾ. സ്പീക്ക് ആൻഡ് ടോക്ക്, സംസാരിക്കുക എന്നർത്ഥം, സംസാരിക്കുക. ഓക്കെ, പക്ഷേ ടെൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നല്ല, ടെൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഗിവ് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുക എന്നർത്ഥം. ഓക്കെ, എന്താണ്? ടെൽ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കൊടുക്കുക എന്നർത്ഥം. പക്ഷേ സ്പീക്ക് ആൻഡ് ടോക്ക്, സ്പീക്ക് ആൻഡ് ടോക്ക് എന്നാണ് സെയിം ആണ്, ബോത്ത് ആർ ഇൻ്റർചേഞ്ചബിൾ. ഓക്കെ, ടോക്ക്, ടോക്ഡ്, ടോക്ഡ്. നെക്സ്റ്റ് റൈഡ്. ഇത് റൈഡാണ്, റൈഡ് അല്ല, റൈഡാണ്. റൈഡ് എന്ന് പറഞ്ഞാൽ ഓടിക്കുക, എന്ന് വെച്ചാൽ ബൈക്ക് ഓടിക്കുക, മുകളിൽ ഇരുന്നു കൊണ്ട് ഓടിക്കുക എന്നർത്ഥം. ഓക്കെ, റൈഡ്. റോഡ്, റിഡൻ. ഓക്കെ, റൈഡ്, റോഡ്, റിഡൻ. നെക്സ്റ്റ് 15th വൺ, ഡ്രൈവ്. ഇത് ഡ്രൈവ് ആണ്, ഡ്രൈവ് അല്ല. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറൊക്കെ ഓടിക്കല്ലോ, ഉള്ളിലിരുന്നു കൊണ്ട്, എന്താണ്? ഉള്ളിലൊക്കെ ഇരുന്നു കൊണ്ട് ഓടിക്കുന്നതാണ് നമ്മൾ ഡ്രൈവ് എന്ന് പറയാം. ഓക്കെ, ഡ്രൈവ്. ഡ്രോവ്, ഡ്രൈവ് ആണ്. ഒന്നുകൂടി, റൈഡ്, റോഡ്, റിഡൻ, ഡ്രൈവ്, ഡ്രോവ്, ഡ്രൈവൺ. ഇത് കാണാപ്പാടും പഠിക്കരുത്, ഇതിങ്ങനെ വായിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് റീഡ്. ഓക്കെ, 3 or 4 times. ഓടിക്കുക, വണ്ടി ഓടിക്കുക. ഓക്കെ, റൈഡ്, രണ്ടിൻ്റെയും അർത്ഥം സെയിം ആണ്, പക്ഷേ ഡിഫറൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഡ്രിങ്ക്. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക, വെള്ളം കുടിക്കുക. ഓക്കെ, ഡ്രിങ്ക്, ഡ്രിങ്ക് കുടിക്കുക. ഡ്രാങ്ക് ആണ്, സെക്കൻഡ് ഫോം എന്താണ്? ഡ്രാങ്ക്. തേർഡ് ഫോം ഡ്രങ്ക്. വൺസ് മോർ, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. നെക്സ്റ്റ്, ഈറ്റ്, കഴിക്കുക. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. നെക്സ്റ്റ്, സ്ലീപ്പ്, സ്ലെപ്റ്റ് ആൻഡ് സ്ലെപ്റ്റ്. ഉറങ്ങുക, ഉറങ്ങി, ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സ്ലെപ്റ്റ്. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. നെക്സ്റ്റ്, ടേക്ക്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു നോ, ടേക്ക്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നർത്ഥം. ഓക്കെ, ടേക്ക്, എടുക്കുക. ടുക്ക്, എടുത്തു. ടേക്കൺ, എടുത്തിട്ടുണ്ട്. ഒന്നുകൂടി, ടേക്ക്, ടുക്ക്, ടേക്കൺ. നെക്സ്റ്റ് ഗിവ്, ഗേവ്, ഗിവൺ. ഗിവ്, ഗേവ്, ഗിവൺ. ഓക്കെ, സോ ഡേ 3 നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 verbs ആണ്. 20 verbs. ഈ 20 verbs നിങ്ങൾ വായിക്കണം, ശരിക്കും വായിക്കണം. വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം വെർബ് സെക്കൻഡ് ഫോം ആൻഡ് വെർബ് തേർഡ് ഫോം, സെക്കൻഡ് ഫോം ആൻഡ് വെർബ് തേർഡ് ഫോം. കാരണം നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചേഴ്സ്, നമ്മൾ അഡ്വാൻസ് ലെവലിൽ പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, for watching more videos, please subscribe to my channel. Thank you.